യെസ്, ജൂൺ 3 ഇന്ന് വേൾഡ് ബൈസിക്കിൾ ഡേ. സോ അപ്പോൾ എനിക്ക് തോന്നി ഓക്കെ, ദിസ് ഈസ് ദ റൈറ്റ് ഡേ ടു സ്പീക്ക് അബൌട്ട് മൈ സൈക്ലിംഗ് ജേർണി. അങ്ങനെ ഞാൻ പെട്ടെന്നൊരു വെയിറ്റ് ഗെയിനൊക്കെ ഉണ്ടായപ്പോഴാണ് ഓക്കെ എന്തെങ്കിലും ഒരു വർക്കൗട്ട് ചെയ്യണം എന്നൊരു തോന്നൽ എനിക്കുണ്ടായത്. പക്ഷെ ആ തോന്നലുണ്ടായിട്ട് കൂടി ഞാൻ പുറത്തിറങ്ങാൻ കുറച്ച് മടിച്ച് കുറച്ച് ദിവസം അങ്ങനെ വേസ്റ്റാക്കി കളഞ്ഞു. അതായത് ഒറ്റയ്ക്ക് പോകണ്ട, ആരും ഇല്ലല്ലോ കൂട്ടിന് എന്നുള്ള ആ ഒരു മൈൻഡ്. എല്ലാവരും ഇങ്ങനെ നോക്കുമോ, റോഡിലിറങ്ങി അത്ര പരിചയമില്ല, പിന്നെ റോഡ് കുറച്ചൊരു ഫിയറുള്ള കൂട്ടത്തിലാണ്. കുറേ കാലമായി സൈക്കിൾ എടുത്തിട്ട് ഇനിയിപ്പോൾ ബ്രേക്ക് ചവിട്ടിയാൽ നിൽക്കൂലേ, വേറെ വണ്ടി വന്ന് എന്നെ ഇടിക്കുമോ, എനിക്ക് അങ്ങനെ കുറേ സെൽഫ് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. മാത്രമല്ല ഗിയർ സൈക്കിൾ യൂസ് ചെയ്ത് പരിചയമില്ല. അപ്പം എങ്ങനെ ഗിയർ സൈക്കിൾ യൂസ് ചെയ്യാമെന്ന് ഞാൻ ഫസ്റ്റ് തന്നെ യൂട്യൂബ് നോക്കി പഠിച്ചൊക്കെ വെച്ച്. എന്നാലും എന്തോ ഒരു ഇത് ഇറങ്ങാനങ്ങോട്ട് പറ്റണില്ല. പക്ഷെ എന്തോ ഒരു ദിവസം ഇനി ഇങ്ങനെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല, ഇറങ്ങിയേ പറ്റൂ, ഞാൻ ഈ കംഫർട്ട് സോണിൽ നിന്നൊരു തീരുമാനം അങ്ങോട്ട് എടുത്തു. അങ്ങനെ ഞാൻ ഇറങ്ങി. ഇപ്പോൾ സത്യം പറഞ്ഞു എനിക്ക് ഡെയിലി ഇറങ്ങിയില്ലെങ്കിലാണ് ബുദ്ധിമുട്ട്. കാരണം ഞാനത് ചെയ്തു തുടങ്ങിയപ്പോൾ ഉള്ളത് ഞാൻ ശരിക്കും ബോഡി വർക്കൗട്ടാണ് ഉദ്ദേശിച്ചെങ്കിലും ആക്ച്വലി ഇതെനിക്ക് ഇൻറ്റേൺ എൻ്റെ മൈൻഡിന് ഭയങ്കര ഹാപ്പിയാക്കി. ശരീരം മനസ്സും പിന്നെ അത്രയും ഇൻ്റർ കണക്റ്റഡ് ആണല്ലോ. ആയുർവേദത്തിൽ അത് പറയുന്നുണ്ടല്ലോ, മനഃശരീരയോസ്താപ പരസ്പരം അഭിവ്രജയേത്. ഞെട്ടണ്ട, മനസ്സും ശരീരം തമ്മിലുള്ള ഒരു ബന്ധം സൂചിപ്പിക്കുന്ന ഒരു ശ്ലോകമാണത്. ഒരു ആയുർവേദ ഡോക്ടർ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഈ വ്യായാമം എക്സസൈസ് എന്നുള്ളൊരു ടോപ്പിക്ക് വന്നപ്പോൾ ഈ കാര്യം പറയാതിരിക്കാൻ പറ്റണില്ല. കാരണം അഷ്ടാംഗ ഹൃദയം ചാപ്റ്റർ 2 ദിനചര്യയിൽ വ്യായാമത്തിനെ കുറിച്ച് എടുത്തു പറയുന്നുണ്ട്. ലാഘവം കർമ്മസാമർഥ്യം ദീപ്തോ അഗ്നിർ മേധസാ ക്ഷയ വിഭക്ത ഘനഗാത്രത്വം വ്യായാമാതുപജായതേന്ന്. അതായത് ഇതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ പറയുന്നത് ലാഘവം, അതായത് ലഘുത്വം, ലൈറ്റ്നെസ് ഓഫ് ദ ബോഡിയാണ് അല്ലേ, നമുക്ക് ഭയങ്കര ലൈറ്റ് ഫീലിംഗ്. പിന്നെ കർമ്മസാമർഥ്യം, നമുക്ക് എന്ത് ചെയ്യാനുള്ളൊരു എനർജി. പിന്നെ നെക്സ്റ്റ് ദീപ്തോ അഗ്നി, അതായത് നമ്മളെ ഡൈജസ്റ്റീവ് ഫയർ കൂട്ടും, അതായത് നമ്മളെ ദഹനശക്തി. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ഭയങ്കര നമുക്ക് എന്നെ സ്ട്രൈക്ക് ചെയ്തത് അതായത് മേധസ് ക്ഷയ. ഇതൊക്കെ എല്ലാവർക്കും അറിയണ കാര്യം. മേധസ് കുറയ്ക്കുക, അതായത് നമ്മൾ ശരീരത്തിൽ എക്സസീവ് ഫാറ്റിനെ കുറയ്ക്കുക, എക്സസൈസ് ചെയ്യുമ്പോൾ ഇതൊക്കെ ഉണ്ടാവും, നമുക്കൊക്കെ അറിയാം. പക്ഷെ ഇതൊക്കെ ഇൻറ്റേൺ നമ്മളെ മൈൻഡിനെ ഹാപ്പി ആക്കുന്നുണ്ട്. അപ്പോൾ ഈ വിഭക്ത ഘനഗാത്രത്വം എന്നൊക്കെ പറയുമ്പോൾ ഒരു എന്താ പറയുക, ഷേപ്പ്, ബോഡി പാർട്സിന് ഗാത്രം, അതായത് ബോഡി പാർട്സിന് ഒരു ഷേപ്പ് സ്ട്രക്ചറൊക്കെ കൊണ്ടുവരുന്നല്ലേ. അപ്പോൾ ഇതൊക്കെ നമ്മളെ ബോഡി ഇമ്പ്രൂവ്ഡ് ആകുമ്പോൾ നമ്മൾ ഓഫ് കോഴ്സ് നമ്മളെ മൈൻഡ്, നമ്മളെ മൂഡ് എൻഹാൻസ് ചെയ്യും. ആ സമയത്ത് നമുക്ക് എൻഡോർഫിൻസ് റിലീസ് ചെയ്യും അല്ലേ, പെയിൻ റിലീവേഴ്സ് ആണത് ശരിക്കും നാച്ചുറൽ. നമുക്ക് സ്ട്രെസ്സ് കുറയ്ക്കും, ആങ്സൈറ്റി കുറയ്ക്കും, ഈവൻ നമ്മൾ ഫോക്കസ് ആൻഡ് മെമ്മറി വരെ കൂട്ടും.